ഈ വർഷത്തെ മഞ്ഞൾ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. മേടമാസത്തിൽ നടാൻ കഴിഞ്ഞില്ല, ഇടവമാസത്തിലാണ് നട്ട് കള പറിച്ച് മാവിൻ്റെ തോല് വാരി വിതറിയിട്ടേക്കുകയാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്പം പൊട്ടാഷ് തന്നെ വേണമെന്നില്ല, ചാമ്പലായാലും മതി. ചാമ്പലില്ലാത്തത് കൊണ്ട് പൊട്ടാഷ് ഓടിച്ച് വിരിക്കുകയാണ്. ഇത്രയും സ്ഥലത്ത് ഒരു ഏകദേശം 7 സെന്റിലുണ്ട്. ആ 7 സെന്റിലേക്ക് 5 കിലോ പൊട്ടാഷാണ് വിരിക്കുന്നത്. മഞ്ഞളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വളമാണ് പൊട്ടാഷ്. നട്ടപ്പോൾ ചാമ്പലും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിരുന്നു. എങ്കിലും ഒരല്പം പൊട്ടാഷ് കൂടി ഇട്ടുകൊടുത്താൽ മാത്രമേ അവൻ തഴച്ചു വളരുകയുള്ളൂ. കഴിഞ്ഞ വർഷം കിളയ്ക്കാതിരുന്ന കുറച്ച് മഞ്ഞളുമുണ്ട്. വലിച്ചു ഇങ്ങനെ നീട്ടി വിരി. അത് ഇതിന്റെ 5 ഇരട്ടി വലിപ്പത്തിൽ നിൽക്കുകയാണ്. അപ്പുറത്തും കുറെ കിളയ്ക്കാത്ത മഞ്ഞളുണ്ട്. മഞ്ഞൾ കിളയ്ക്കാതിട്ടിരുന്നാൽ, ഒരു വർഷം കിളയ്ക്കാതിട്ടിരുന്നാൽ വൻ വിളവ് കിട്ടും. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഏകദേശം 3.5-4 അടി ഉയരത്തിൽ വളർന്നു നിൽക്കുകയാണ്. അതിനും ഇന്ന് അല്പം പൊട്ടാഷ് വിതറുന്നുണ്ട്. ഒരു തവണ കള പറിച്ചതാണ്, മാവിന്റെ തോലൊക്കെ ഇട്ടു. എന്നിട്ട് വീണ്ടും കള കയറിയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കള പറിച്ച് ചുവടൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊച്ചു കുന്താലി വെച്ച് കൊത്തേണ്ടതുണ്ട്. അതുകൂടി ചെയ്യുമ്പോൾ വളപ്രയോഗം കഴിയും. വൃശ്ചിക മാസമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിയും. ഒരു മഴ പെയ്ത് കഴിഞ്ഞു. അടുത്ത മഴയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണ്. അതിനു മുമ്പ് പൊട്ടാഷ് വിരിച്ച് തീരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.